ടോമേ, താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നെറ്റേല് ഇങ്ങനെ ഇട്ട് ഒരു പരീക്ഷണം നടത്താൻ? എനിക്കിവിടെ 3 മൊബൈൽ ടവറാ. അപ്പം ആ ടവറിന്റെ വേലിയൽ ഞാൻ കയറ്റി. അതിന് കാരണം ഞാൻ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫാക്ടറിയുടെ വേലിയെ കിടക്കുന്ന കണ്ടു. ഞാൻ നിരീക്ഷിച്ചു ചേട്ടാ പോലെ. നിരീക്ഷിച്ചപ്പോ അത് നല്ല കായും ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ട് പകർത്താമെന്ന് ഞാൻ പകർത്തി നോക്കി. അപ്പം നല്ല വിളവ് കിട്ടി. പിന്നെ ഞാൻ ഇത് കൊണ്ടുവന്ന് നട്ട് കയറ്റിയതാണ് കഴിഞ്ഞ മുന്നത്തെ കൊല്ലം. അപ്പൊ ഈ കൊല്ലം ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഇതിനെ ന്യായമായിട്ട് ഇതിന്റെ മണ്ടയിൽ ഞാൻ തല മുറിച്ചെടുത്തു. ഇതിപ്പം ഇതുകൊണ്ടോ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്ന കണ്ടോ? ഇതുകൊണ്ടോ? ഇതിന്റെ എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുക. ഇതെല്ലാം കട്ട് ഇത് വേണം ഇനി അടുത്ത ദിവസം കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് ഇപ്പൊ ഇത് ഒന്നും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നത്. ഇതുകൊണ്ടോ കാഴ്ച എടുക്കുന്ന കണ്ടോ? 2 വർഷമായേ ഉള്ളൂ. ചേട്ടനായതായാലും ഇത്ര അകലേന്ന് മലബാർ കണ്ണൂര് അല്ലേ? കണ്ണൂര് എവിടെ? ചെമ്പേരി നെല്ലിക്കുറ്റി. ഇത്ര അകലേന്ന് എന്റെ കൃഷി രീതികൾ കാണാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് ഈ പാലാ വരെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കൃത്യം വന്നിരിക്കുകയാണ്. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്ത, ഏതായാലും പ്രേക്ഷകർക്ക് ഒന്ന് കാണണമല്ലോ. വരാനുള്ള കാരണവും ചേട്ടന്റെ സ്ഥലവും അഡ്രസ്സും എല്ലാം. പിതൃഗേഹവും മാതൃഗേഹവും ഈ നാട്ടിലാണ്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. വല്ല കാലത്തുമൊക്കെ ബന്ധുക്കളൊക്കെ ധാരാളം ഉണ്ട്. വല്ല കല്യാണോ പരിപാടികളൊക്കെ വരുമ്പോ വരാറുണ്ട്. പാലക്കാരനായിരുന്നു. ഈ നാട്ടുകാരനാണ്. പക്ഷെ ജനിച്ചത് അവിടെയാണ് കേട്ടോ. ജനിച്ചത് അവിടെയാണ്. അപ്പനും അമ്മയും നമ്മൾ ഈ നാട്ടുകാരൻ തന്നെയാണ്. അവിടെ ജനിച്ചു പോയ നാട്ടിലാണ്. നമ്മുടെ ഈ ബ്ലഡ് പാലായുടെ രക്തമാണ്. അപ്പൊ ഞാനിങ്ങനെ നിങ്ങളുടെ ഈ വീഡിയോകൾ കുറെ കാലമായിട്ട് ശ്രദ്ധിക്കുന്നു. വളരെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചില സത്യങ്ങൾ വിളിച്ചു പറയും. അതുകൊണ്ട് നിങ്ങളെ പലർക്കും ഇഷ്ടമല്ല. അതിന്റെ അടിയിലുള്ള കമന്റുകൾ വായിച്ചാൽ അതെനിക്ക് നോ പ്രോബ്ലം. വിമർശനം ഉണ്ടാകുമ്പോഴേ അല്ല അത് എനിക്ക് സൂപ്പിച്ച് പറയുന്നതിനേക്കാളും നല്ല വിമർശിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ എന്റെ അപ്പനെയും ഞാൻ പിതാവിനെയും വിളിക്കുന്നതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. വിമർശിക്കുകയും ഇതേപ്പറ്റി നെഗറ്റീവായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അതേപ്പറ്റി ആഴമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആഴമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പിന്നെ വിമർശനം നല്ലതാണ്. ചേട്ടൻ വരാനുള്ള കാരണം നിങ്ങളുടെ ഈ കൃഷി രീതികളും നിങ്ങളെ ഈ വീഡിയോയും ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങളെ പല കുറച്ചു നാൾ മുമ്പ് ഈ ഏരിയയിൽ ഇങ്ങനെ ഇട്ട് കണ്ടു ഞാൻ. അപ്പൊ എനിക്കിതൊന്നും കാണണം. കാരണം ഈ കുരുമുളക് ഏതായിട്ട് വന്നു ഇത് ഇത് ടവറിന്റെ ഏരിയ അല്ലേ? പ്രൈവറ്റ് വേലി എന്റെ അങ്ങോട്ടും ഉണ്ട്. ഉണ്ടല്ലേ? അപ്പൊ ഇതെല്ലാം കൃഷി ചെയ്യാൻ ഇതൊരു പുതിയ ഒരു അറിവാണ്. കാരണം ഇത്ര ഈ ഇരുമ്പ് കമ്പിയിൽ ഇത് വിജയിക്കുമല്ലോ എന്നൊരു അറിയത്തില്ല. അപ്പൊ ഇതൊന്നും നേരി കാണണമെന്ന് എനിക്ക് ഒത്തിരി കാലമായിട്ട് ഒരു ആഗ്രഹം. അപ്പൊ ഈ ചേട്ടന് ചെമ്പേരി കണ്ണൂർ എന്ന് പറയുമ്പോൾ പാലക്കാട് ബ്ലഡ് വന്ന് പറയുമ്പോൾ കൃഷിയിലെ അഗാധമായിട്ട് ജനിച്ച അല്ല ബ്ലഡ് ജീനുകൾ തൊട്ട് അത് മനുഷ്യന്റെ കർണമാരുടെ ജീനുകൾ തൊട്ട് കൃഷി വന്നിട്ടുണ്ട്. നമുക്കൊരു പാരമ്പര്യം വന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ അവിടെയൊക്കെ പല രീതിയിലുള്ള കൃഷി രീതികൾ നടത്തിയിട്ടുണ്ടല്ലോ. പല രീതിയിലുള്ള കൊടി കൃഷിയാണല്ലോ ചേട്ടൻ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിപ്പോഴും കാര്യമായിട്ട്. പക്ഷെ എന്റെ അപ്പന്റെ ബ്ലഡിൽ ശരിക്കും കൊടിയുണ്ട്. ഞാൻ ഒരു അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 93 വയസ്സുണ്ട്. അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അമ്മയുടെ ഈ അപ്പന്റെ വീടിന്റെ അടുത്ത് അമ്മയുടെ ഒരു ബന്ധു വീടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ അവര് മുഖാന്തരം അപ്പൊ അപ്പൻ ഭയങ്കരമായിട്ട് കൊടി കൃഷി നടത്തുമായിരുന്നു. അങ്ങനെയാണ് അമ്മ അവിടെ കെട്ടിക്കാനുള്ള കാരണം. കൊടി കൃഷിക്കാരനാണ്. അപ്പൊ ഞാൻ ഈ കൊടി കൃഷി നടത്തുന്നത് കണ്ടുകൊണ്ട് അമ്മ പറയും ഇപ്പോഴും പറയും നിനക്ക് നിന്റെ അപ്പന്റെ കൊടിപ്പിരാന്താന്ന് പറയും. ഈ ബ്ലഡിൽ അരിഞ്ഞു ചേർന്നേക്കുന്ന കൃഷി എന്ന് പറയുന്നത് ഈ കുരുമുളക് തന്നെയല്ല. എനിക്ക് പല തേനീച്ച വളർത്തലുണ്ട്. തേനീച്ച വളർത്തല് കുറെ കാലം തേനീച്ച വളർത്തി. ചേട്ടാ ഞാനൊരു കർഷകനാണ്. പക്ഷെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന കപ്പയിലാണ്. എല്ലാ കൃഷിയുണ്ട്. ഏല ഒഴിച്ച് തേയില ഒഴിച്ച് എനിക്ക് ബാക്കി എല്ലാ കൃഷിയും ഞാൻ ചെയ്യുന്നുണ്ട്. അതേപ്പറ്റി എല്ലാം നന്നായിട്ട് അറിയുകയും ചെയ്യാൻ പഠിക്കുന്നുമുണ്ട്. പക്ഷെ ഞാൻ എന്റെ വരുമാന മാർഗമായിട്ടും ചെയ്തിരിക്കുന്നത് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന കപ്പയിലാണ്. ശരിക്കും പറയാൻ എന്നെ അറിയപ്പെടുന്ന ഒരു കപ്പ കർഷകൻ അറിയപ്പെടുന്നത്, കപ്പ കൃഷിക്കാരൻ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ചേട്ടന് ഇപ്പൊ കുരുമുളക് കൃഷിയിൽ നല്ല സാഹചര്യം ചേട്ടൻ പറഞ്ഞു. ഇപ്പോൾ ബാക്കി എന്തെല്ലാം കൃഷികളുണ്ട്? വേറെ എന്തെങ്കിലും ഉണ്ടോ? തേനീച്ച കൃഷി. റബ്ബർ കാണുമല്ലോ? റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കശുമാവ് ഉണ്ടായിരുന്നു. കശുമാവ് അങ്ങനെയുള്ള പരിപാടി ഒഴിവാക്കി. കശുമാവ് കൃഷിയായിരുന്നു എന്റെ മറ്റൊരു വീക്ക്നെസ് ആയിരുന്നു. കശുമാവ് ഗ്രാഫ്റ്റ് ചെയ്ത് തൈ ഉത്പാദിപ്പിച്ച് വിൽക്കുക. കശുമാവ് കൃഷി എന്താ? പിന്നെ തേനീച്ച കൃഷി, റബ്ബർ, പശു വളർത്തലാണല്ലോ? പശു വളർത്തല് ഇപ്പൊ ഇല്ല. വാനില കൃഷി ഉണ്ടായിരുന്ന കാലത്ത് അതുമെല്ലാം ഉണ്ടായിരുന്നു. പശു വളർത്തലുണ്ട്, ചെറുപ്പത്തിലുണ്ടായിരുന്നു. വീട്ടില് അതില്ലാതെ വരികയല്ലോ. കൃഷിക്കാരന് എരുമയൊക്കെ ഇല്ലാതെ പറ്റിയല്ല. അതുമായിട്ട് ചാണകം ആയിട്ട് ബന്ധപ്പെട്ടാണ് വിജയിക്കുന്നത്. ഇപ്പൊ വാനില കൃഷി ഉണ്ടോ?
വാനില ഇല്ല കശുമാവ് കൃഷിയുണ്ടോ? കശുമാവ് കൃഷി സ്ഥലം വിറ്റുപോയി. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ തേനീച്ച കൃഷിയുണ്ടോ? തേനീച്ച കൃഷി ചെറിയ 250 പെട്ടി ഉണ്ടായിരുന്നതാണ്. ഒരു 100 പെട്ടി. 100 പെട്ടി എന്ന് പറയുമ്പോ അത്ര ചെറുതൊന്നും അല്ല. ഈ തേനീച്ച കൃഷി അങ്ങനെ 250 ഈ 100ലേക്കൊക്കെ വരാനുള്ള കാരണം എന്നാ? 250 അന്ന് ഇച്ചിരി ദാരിദ്ര്യം വിഷമൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ പഠിച്ചു വരുന്ന കാലമായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പൊ അന്ന് ആ സമയത്ത് കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു 2022 കൂടി തേനിന്റെ മാർക്കറ്റ് പോയി. അതുകൊണ്ട് ഞാനത് ശ്രമം പോയി. കാരണം ഈ തേൻ ഉണ്ടാക്കുന്ന ചിലവാകുന്നു. തേൻ കൃഷി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പം രോഗകീടങ്ങളോ എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടോ അങ്ങനെ വല്ലതും വന്നിട്ടാണോ ഇത് നിർത്തിക്കളയാനുള്ള കാരണം? അതോ ഇതിന് മാർക്കറ്റ് ഇല്ലാതെ വന്നുകൊണ്ടാണോ? 92 അതുവരെ നല്ല മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, സൊസൈറ്റികളുണ്ടായിരുന്നു. അപ്പൊ അവര് അന്ന് തേനെടുക്കാൻ ആളുണ്ടായിരുന്നു. 92 ശേഷം ഈ തായ്സാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ രോഗം വന്നിട്ട്. തായ്സാക്ക് ഫ്രൂട്ട് അത് ആഗോള ഏഷ്യനിലെ തേനീച്ചകളുണ്ട്. അപ്പോൾ അത് വന്ന് കുറെ കാലത്തേക്കും കേടുണ്ടായിരുന്നു. ഞാൻ പിന്നെ രണ്ടാമത് തുടങ്ങുന്നത് 93 വന്നെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം എനിക്ക് പിറ്റേ വർഷം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം അന്ന് ഈ ഒരു വർഷം എനിക്ക് തേനീച്ച നഷ്ടപ്പെട്ടുള്ളൂ. പിറ്റേ വർഷം തൊട്ട് കുറേശ്ശെ വന്നു കൂടാൻ തുടങ്ങി. അപ്പൊ അന്ന് എനിക്ക് കശുമാന്തോട്ടമായിരുന്നു. അപ്പൊ ഈ കശുമാന്തോട്ടത്തില് എന്റെ കശുമാവിന് നല്ല കായ. അതിലേക്ക് വരാൻ വേണ്ടിയാ എന്റെ ചോദ്യം. ചേട്ടൻ ഉത്തരം പറയുന്നുണ്ട്, പറഞ്ഞു. അപ്പൊ അതാണ് പിന്നെ എന്റെ കശുമാവിന് നല്ല. അടുത്ത് കുറച്ച് അപ്പുറമുള്ളവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ തീരെ ചെയ്യാണ്ട് കായില്ല. അതിന് പരാഗണം നടക്കണമെങ്കിൽ തെങ്ങിന്, കമുകിന്, അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് പൂമ്പൊടി പൂങ്കുല ഉള്ള സാധനത്തിന് പരാഗണം നടക്കണമെങ്കിൽ ഈ മധ്യവർത്തികളായിട്ട് തേനീച്ച വേണം. അപ്പം ശരിക്കും പറഞ്ഞാൽ കൃഷിക്കാർക്കും കൃഷി വകുപ്പിനും തന്നെ, വകുപ്പിനെ നമ്മൾ കുറ്റം പറയരുത്, കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിമിതികളും വെച്ചോണ്ട് അവര് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തേനീച്ചയുടെ പരാഗണം അറിയുന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം എടുത്താൽ പോലും ഇത് റിപ്പോർട്ടാക്കാൻ പറ്റിയില്ല. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. പുസ്തകം നോക്കിയല്ല, അവർക്ക് അങ്ങനെ ഒരു വാക്ക് അങ്ങനെ പറയാൻ പറ്റിയല്ല. അതവിടെ നിൽക്കട്ടെ, അവരെ അങ്ങ് വിട്ടുകളാം. അവരുടെ സ്നേഹവും ബഹുമാനമുണ്ട്. നമുക്ക് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചുള്ള അവൻ ശാസ്ത്രജ്ഞന്റെ കൂട്ട് നിരീക്ഷണമുള്ള ഒരു കൃഷിക്കാരനാണല്ലേ. ഈ സമയത്ത് ചേട്ടൻ പറഞ്ഞ വലിയൊരു പോയിന്റാ. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇത് കണ്ട് ഇപ്പോൾ ഒരു ഓർമ്മ വന്നൊരു കാര്യം പറഞ്ഞോളൂ. ഈ അടുത്ത കാലത്ത് ഒരു 3 കൊല്ലം മുമ്പാണ്, കൊറോണ വരുന്നതിന് മുമ്പാണ്. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് റിപ്പൺപേട്ട, കർണാടക, പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരു ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ട് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നു. അപ്പൊ എന്റെ സുഹൃത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് ഈ പാഷൻ ഫ്രൂട്ടിന്റെ അകത്ത് വെട്ടി വെച്ച കൂടുതൽ തേനുണ്ടാകുന്നു, അല്ലാത്ത കാ പിടിക്കുന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഞാൻ പാഷൻ ഫ്രൂട്ട് കായ പിടിക്കണമെങ്കിൽ പരാഗണം നടക്കണം. അപ്പൊ അതിന് കൂടുതൽ കായ പിടിക്കാൻ വേണ്ടിയിട്ട് തേനീച്ചപ്പെട്ടി എന്നെ അതുകൊണ്ട് സ്ഥാപിക്കാൻ തേനീച്ചപ്പെട്ടി വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഇവരോട് ഞാൻ ഒന്ന് വന്ന് കാണട്ടെ തോന്നി. കാരണം തേനീച്ച എല്ലാ നാട്ടിലും പിടിക്കുക, എല്ലാ നാട്ടിലും തേനീച്ച വിജയിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. അത് അവിടുത്തെ കാലാവസ്ഥ പ്രത്യേകത. കാലാവസ്ഥ എന്തെങ്കിലും ഉണ്ട്. അതായത് അവിടെ ഞാൻ തണുപ്പ് പറ്റിയല്ല, തണുപ്പ് അതുപോലെ ഓവർ തണുപ്പുള്ള യൂറോപ്പിലൊക്കെ ഉണ്ടല്ലോ തേനീച്ച. പിന്നെ ചൂട് പറ്റിയല്ലേ ആ സ്ഥലത്ത്, ആ പ്രദേശത്ത് തേനീച്ചയ്ക്ക് പറ്റിയ കാലാവസ്ഥയല്ല. കാറ്റിന്റെ ആണോ? കാറ്റുണ്ട്. ഞാൻ അവിടെ ചെന്ന് നിരീക്ഷിച്ചപ്പോഴാണ് അവിടെ തേനീച്ച ഇല്ലെന്നുള്ളത് മനസ്സിലായി. ഞാൻ അവിടെ 2 ദിവസം തങ്ങി ഇത് ഞാൻ ഈ പൂവ് വിരിയുന്ന സമയത്ത് പോയി നോക്കി. പിന്നെ പൂവ് പിടിക്കാത്തതുണ്ടോ? അവിടെ തേനീച്ച ഇല്ല. പക്ഷെ മറ്റ് എന്തോ ചെറിയ ജീവികളാണ് അവിടെ. അതിന് ആ പ്രകൃതി അതിന് പരാഗണം നടത്താൻ വേണ്ടി വേറെ ചെറിയ ജീവികൾ, ഈ തേനീച്ച തന്നെയല്ല, വേറെ തേനീച്ചകളുണ്ട്. തേനീച്ചയ്ക്ക് ബദലായിട്ടുള്ള ജീവികളുണ്ട്, മണ്ണിലൊക്കെ കൂടുകൂട്ടി. അതുപോലെ കൂടുകൂട്ടി ജീവിക്കാത്ത ഉണ്ട്. അപ്പൊ അതാണ് പരാഗണം നടത്തുന്നത് മനസ്സിലായി. അപ്പൊ അത് ഞാൻ പറഞ്ഞു ഇവിടെ തേനീച്ചപ്പെട്ടി വിജയിക്കുക. പിന്നെ ഇവിടെ പൂവിന് പരാഗണം നടക്കാണ്ടില്ല, പൂവിന് കാ പിടിക്കാതെ ഒന്നും പൊഴിഞ്ഞു പോകുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിയെ രക്ഷിച്ചു. കാരണം പുള്ളിക്ക് 9 സാമ്പത്തിക നഷ്ടം വന്നേനെ. 100 പെട്ടിയാണ് അതിന്റെ അത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഓർഡർ ചെയ്ത്. ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അതാണ് ഞാനിപ്പോ പറഞ്ഞു വന്നപ്പോ പറയുന്നത്. ഇത് ഒത്തിരി ഘടകങ്ങളുണ്ട് ഈ തേനീച്ച വളർത്തല്. അവിടെ ചേട്ടൻ അങ്ങനെ നിരുത്സാഹപ്പെടുത്തി. അതിന്റെ പ്രധാന കാരണം അവിടെ വളർത്തിയാൽ അവർ അത് വിജയിക്കില്ല, തേനീച്ച വിജയിക്കില്ല. അതിന് കാരണം ചേട്ടൻ അനലൈസ് ചെയ്തെടുത്ത് അത് അവിടെ വിജയിക്കുകയല്ല. അതായത് തേനീച്ച വളരാൻ പറ്റിയ കാലാവസ്ഥയുള്ള നാടല്ല. ഉണ്ടെങ്കിൽ പ്രകൃതിയിൽ തേനീച്ച കണ്ടേനെ. അതെങ്ങനെ അവിടെ ഇല്ലെന്ന് ചേട്ടൻ എങ്ങനെ അറിഞ്ഞ? എനിക്ക് നിരീക്ഷിക്കാനുള്ള കഴിവുണ്ടല്ലോ. അറിയാം. നിരീക്ഷണത്തിലൂടെ അറിഞ്ഞത്. അപ്പൊ നല്ലവണ്ണം നിരീക്ഷിച്ചത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ തേനീച്ച ഇല്ലെന്നും തേനീച്ച പിടിക്കാനുള്ള കാലാവസ്ഥ തേനീച്ചയായിട്ട് അത്ര ഇടപഴകിയിട്ട്. അല്ലാതെ ഈ പറഞ്ഞതിന് ശാസ്ത്രജ്ഞം അതുകൊണ്ട് സയന്റിഫിക് ആയിട്ടുള്ള, അതായത് പ്രൂഫ് ചെയ്യാൻ പറ്റിയല്ലോ, നിരീക്ഷണത്തിലൂടെ തന്നെ. നിരീക്ഷണത്തിലൂടെ അതാ പറഞ്ഞ്
അപ്പൊ ഒരു പരിധി വരെ നമ്മൾ പഴയ കർഷകരുടെ നിരീക്ഷണമാണ്. നിരീക്ഷണം കൊണ്ട് അങ്ങനെ അതിനകത്ത് രക്ഷിച്ചു. തേനീച്ച വളർത്തൽ നിർത്തിക്കളയാനുള്ള കാരണം നിർത്തിയില്ല, ഇപ്പോഴും ഉണ്ട്. 100 പെട്ടിയുണ്ട്. അതിന്റെ തോത് കാരണം ഈ തേന് ചെലവില്ലാതെ തേന് എടുക്കാൻ പണ്ട് ഞാൻ പറഞ്ഞില്ല സൊസൈറ്റി ഉണ്ടെന്ന് മുമ്പേ പറഞ്ഞു. അതെല്ലാം സൊസൈറ്റികൾ ഈ രോഗത്തോടു കൂടി സൊസൈറ്റികളെല്ലാം പൂട്ടി പിന്നെ പ്രവർത്തനം നിന്നിട്ടില്ല. പിന്നെ അതോടൊപ്പം തമിഴ്നാട്ടുകാർ നന്നായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കയറി. കാരണം കണ്ണൂർ നല്ല തേനിന് സാധ്യതയുള്ള സ്ഥലമാണ്. വനപ്രദേശം തന്നെയല്ല, അവിടെ ഇതുപോലെ മഴ കിട്ടിയല്ല. നമ്മൾ ഈ കോട്ടയം ജില്ലയിൽ ഈ മലായി പരിസരത്ത് കിട്ടുന്ന പോലെ അവിടെ മഴ കിട്ടിയല്ല. വേനൽക്ക് മഴ കുറവാണ്. പക്ഷെ ഇപ്പം വീണ്ടും ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കൂടുതൽ അവിടെ തേൻ കിട്ടുന്നത്. അതുകൊണ്ട് നല്ല തേനിന് ക്വാളിറ്റി കൂടുതലുണ്ട്. ഇവിടുത്തെ ഈ മഴ പെയ്യുന്ന പ്രദേശത്തുള്ള തേനിനേക്കാളും ക്വാളിറ്റി കൂടുതൽ മഴ പെയ്യാത്ത പ്രദേശത്തുണ്ട്. അപ്പോൾ തേനീച്ച വളത്തില് നിന്ന് പോകാനുള്ള കാരണം നിന്നല്ല കുറയ്ക്കാനുള്ള കാരണം ഈ തേനിന് ചെലവ് കുറഞ്ഞു. ചെലവ് കുറഞ്ഞുകൊണ്ട് മാത്രമാണ് ചെലവ് കുറഞ്ഞുകൊണ്ടാണ് നമുക്കത് ഉത്പാദിപ്പിക്കുന്നത്. വെച്ചാണ്ടത്തേന് ചെലവായില്ലെങ്കിൽ പിന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റു കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ ചേട്ടാ 250 വെട്ടി ഉണ്ടായിരുന്നത് 500-600 ആയിട്ട് വർദ്ധിപ്പിക്കുകയും അതുപോലെ കൃഷികൾക്ക് ഏറ്റവും വിളവുണ്ടാക്കി തരുന്ന തേനീച്ച 100 പെട്ടിയിലേക്ക് തേനീച്ച കൃഷി 100 പെട്ടിയിലേക്ക് ചുരുങ്ങുക ചെയ്ത്. ഇതിന് പ്രധാന കാരണം ഒരു കർഷകൻ എന്ത് സാധനം നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാം. അത് ഒരു കർഷകൻ നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഏത് സാധനം നമുക്ക് മസിൽ പിടിച്ച് ഉത്പാദിപ്പിച്ചെടുക്കാം. പക്ഷെ അതിനേക്കാൾ 100 ഇരട്ടി നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ഇത് വിപണനം ചെയ്യാനുള്ള സർക്കാർ അതിനുള്ള വേണ്ട സംവിധാനം ചെയ്യുന്നില്ല. അതാണ് വിപണനം ചെയ്യാനുള്ള വലിയ പോരായ്മയാണ്. അവന് അതിൽ വരുമാനം കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ 100 പെട്ടികളൊക്കെ നിർത്താൻ മേലായിരുന്നു. ഇല്ലില്ല. ഇത് നമ്മളൊക്കെ ഈ തേനെന്ന് പറയുന്ന ഒരു അവിഭാജ്യ ഘടകമാണ്. എന്നോട് തേൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ചെറിയ തോതിലൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ചേട്ടന്റെ തേൻ തന്നെ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഈ ആരോഗ്യപരമായ പല കാരണങ്ങളും ഒത്തിരി മരുന്നുകള് നമുക്ക് ഒത്തിരി ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അത് നമുക്ക് ഒരു നിത്യ ആവശ്യമാണ്. പിള്ളേരൊക്കെ വരുമ്പോ പുറത്തുള്ള പിള്ളേരൊക്കെ വരുമ്പോ കൊടുത്തു വിടാനും ഒക്കെ തേൻ വേണം. അതുപോലെ അയൽവക്കാരൊക്കെ അതിന്റെ തേൻ വാങ്ങുന്നുണ്ട്. ഗൾഫിലുള്ളവരും അങ്ങനെയൊക്കെയുള്ള തേൻ വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട്. അതായത് ചുമയ്ക്ക് പിള്ളേരുള്ള വീട്ടില് കഫക്കെട്ട് വരുമ്പോൾ മറ്റു മരുന്നുകളുടെ കൂടെ കൊടുക്കാനൊക്കെ വേണം. അപ്പൊ ഞാനിത് നിർത്താനായിട്ട് കൊണ്ടു നടക്കുന്നതിന്റെ കാരണം തേനീച്ചകൾ നശിച്ചു പോയി കഴിഞ്ഞാല് മനുഷ്യൻ തന്നെ ഇല്ലാണ്ടാവുന്നതാണ് ഈ ശാസ്ത്രജ്ഞന്മാരുടെ പഠന റിപ്പോർട്ട്. തേനീച്ച ഭൂമിയിൽ അപ്രത്യക്ഷമായാൽ മനുഷ്യനും തീർന്നു. ഇതാണ് പ്രധാന കാരണം. അപ്പൊ അതുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തേന്റെ കാര്യം പറഞ്ഞപ്പോഴേ ചേട്ടനൊരു അറിവ് ഞാൻ ചോദിക്കുക. ഈ സാധാരണഗതിയിൽ കുരുമുളക് വെക്കുന്ന, അതായത് ഇതുപോലെ കുരുമുളക് വരാൻ ചേർത്ത് തേനീച്ച കൊണ്ട് നമ്മുടെ കുരുമുളകിന് പിടുത്തം കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ടോ? അതായത് തേനീച്ചയ്ക്ക് ഇതുമായിട്ട് ബന്ധമില്ല. ഇതിന്റെ പരാഗണം നടക്കുന്നത് വെള്ളത്തിലൂടെയാണ്. വെള്ളത്തിലൂടെയും കാറ്റിലൂടെയൊക്കെയാണ് പറയുന്നത്. അപ്പം ചേട്ടന് കുരുമുളക് കൃഷിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുരുമുളക് കൃഷിയിലേക്കാണ് ഞാൻ തിരിഞ്ഞിരിക്കുന്നത്. ഈ വെറൈറ്റി എന്നാന്ന് ചേട്ടൻ അറിയാവോ? ഞാൻ പലത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ ഒരെണ്ണം ആദ്യമായിട്ട് കാണുന്ന പല നാട്ടിൽ കഴിയും. ഞാൻ എവിടെ കണ്ടാലും ഇപ്പൊ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. നല്ല വിളവല്ല. ഇതെന്നാ ഇത് തിരിയിട്ടെ? ഇത്ര മൂത്തല്ലോ. നമ്മുടെ നാട്ടിൽ അത്ര മൂത്തിട്ടില്ല. ഇത് എല്ലാ മാസവും ഇതെന്ന് പറിക്കാം. എല്ലാ മാസവും ഇതുകൊണ്ട് പഴുത്ത് കിടക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇത് കണ്ടോ, തിരിയിട്ട് കയറി വരുന്നതാണ്ടോ? ഇത് ഇടമൂപ്പ്. ഇത് കുറച്ചുകൂടെ മൂത്താണ് ഈ കാണുന്നതൊക്കെ. ഇത് കൂടെ പഴുത്ത് കിടക്കുന്നതാണ്ടോ? ഇത് പഴുത്ത് കിടക്കുന്നു. ഇത് ചെറിയ തിരിയായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ തോത് കുറവായിരിക്കും. പക്ഷെ ഈ സമയത്ത് നന്നായിട്ടുണ്ടാകുന്നുണ്ട്. വളരെ നന്നായിട്ട്. ഞാനൊരു നിർദ്ദേശം പറയട്ടെ. ടോം ഇത് എന്നാ ചെയ്യണമെന്ന് അറിയാം? കുറ്റിക്കുരുമുളകാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് ചെയ്യാൻ നോക്കണം. കാരണം എന്നാന്നറിയാം, ഈ കുരുമുളക് ആവശ്യമുള്ളതാണ്. പച്ചക്കരക്കായി സാധനം ചേട്ടാ അമ്മ സാധ്യത വരാൻ പോകുന്നു. ചേട്ടാ ഞാനത് ചെയ്യാത്തതിന് ഒരു കാരണമുണ്ട്. ഇതിനകത്ത് ഒരു 14 ടൈപ്പും കൊണ്ട് സാധനം ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. കുരുമുളകിന്റെ 14 ടൈപ്പ്. കരിമണ്ടയുണ്ട്. ഇപ്പൊ ഇതെന്നാന്ന് എനിക്കറിയത്തില്ല. എന്നതാ വേറെണ്ണം കിടക്കുന്നത്. അത് എന്നാന്ന് ചേട്ടൻ അറിയാം? അതൊന്നും മനസ്സിലാവുന്നില്ല. അതിന് തിരിയില്ല. അല്ലല്ല, ഇതൊരു എരമ്പത്താണ് കിടക്കുന്നത്. ഇത് പന്നൂരാണ്. ഇതിപ്പോ ഞാൻ വന്നിട്ടിരിക്കുന്ന ഇത് ഞാൻ നീലമുണ്ടി, അങ്ങനെ നീലമുണ്ടി അല്ല, അതൊരു മുണ്ടി ഐറ്റം എനിക്ക് തോന്നുന്നത്. ഇത് എവിടെ കിട്ടിയെന്നറിയാമോ? അതൊക്കെ പഴയത് നമ്മൾ ഓരോ അടുത്ത് ചെല്ലുമ്പോ ഇന്നല്ലേ. ഇത് കണ്ടോ, ഇത് വേറെ ടൈപ്പ്. ഇതെന്നാ സാധനം എന്നറിയോ?
ഇത് കണ്ടോ, ഇത് വേറെ ടൈപ്പ് ഈ സാധനം വരുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലരോടും ചോദിച്ചു ഈ കുരുമുളക് ഏതാ നട്ടുവെച്ചിരിക്കുന്നത്. ഞാൻ നട്ടുവെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഒരു നല്ല കർഷകരായ എല്ലാവരോടും ചോദിച്ചു, പലരും ഇവിടെ വന്ന അവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ചേട്ടൻ നല്ല മണിപിടുത്തമല്ലേ, നല്ല മണിപിടുത്തവും നല്ല തിരിക്ക് നീളമുണ്ട്, നല്ലവണ്ണം നിറഞ്ഞല്ലേ വരുന്നത്. ഇനിയേ ഞാൻ നട്ടിരിക്കുന്ന പല ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഇത് ഏതൊക്കെയാണ് നിങ്ങൾ ഐറ്റങ്ങൾ നട്ടത്? 14 ഐറ്റം 12 ഐറ്റം ഇതിനകത്തുണ്ട്. അതിൽ 2-3 പേര് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ നട്ടിരിക്കുന്ന ഒരു എൻ്റെയിലുള്ള ഒരു കൊടിയത് ഇതെന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പൊ ചേട്ടൻ കണ്ടല്ലോ, ഇത് ചേട്ടൻ കണ്ടാ അറിയാലോ, ഇത് കരിമണ്ട. കരിമണ്ട. ഇതിനകത്ത് ഇത് പന്നൂര് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് ഒത്തിരി അയച്ചുണ്ട്. അല്ലല്ല, പന്നൂര് 9, 10 വരെ 10 ഇത് കണ്ടോ, ഇത് വള്ളി കയറ്റി വിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ വള്ളി മുറിച്ചെടുത്തോണ്ടിരിക്കുക. ഇത് പ്രധാനമായിട്ട് എനിക്ക് മരങ്ങളെ കൂടെ കൊണ്ട് കയറ്റാൻ വേണ്ടി ഞാൻ ഇതെല്ലാം കായ്ച്ചായിരുന്നു. അപ്പൊ ഇത് ഇനി അടുത്ത ദിവസം 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും മുറിക്കും. ഇതിപ്പോ ഈ തല മുഴുവൻ മുറിച്ചു കളയും. ഇത് 8ഉം 10ഉം കണ്ണിയായിട്ട് വരും. അവസാനം എന്നാ ചേട്ടാ, ഇതുപോലെ നിറഞ്ഞു നിൽക്കും. ഇത് തെക്കൻ 2 എന്ന് പറയുന്ന സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അതേന്ന് എടുത്തിരിക്കുന്ന കുറ്റിക്കുരുമുളക് വെച്ചിരിക്കുന്ന ഇത് ഇപ്പോഴേ ഇത് കായ, ഇത് ഓൾറെഡി കായായി കഴിഞ്ഞു. ഞാന് നമ്മുടെ ഞാറ്റുവേല ടൈമില്ലായിരുന്നോ, ഞാറ്റുവേല ടൈമിൽ മുറിച്ചിട്ട പോൽത്തലകളാണ് ഈ കാണുന്നത്. ഇനി ബായേട്ടാ, ഞാന് ഇത് നിറഞ്ഞ് ഈ വേലി നിറഞ്ഞ കൊടിയായിരുന്നു. ഞാൻ അത് മുഴുവൻ ഈ ഞാറ്റുവേല ടൈമിൽ കട്ട് ചെയ്ത് ഈ നീളത്തിലാക്കി കോൽത്തലയാക്കിയിട്ട് എന്റെ താഴത്തെ തോട്ടത്തില് എല്ലാം മറ്റേക്കൂടെയും കയറ്റിയിരിക്കുക. അതുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. ഈ പള്ളയൊക്കെ പറിച്ചു തന്നെ ഇപ്പൊ പറിക്കല ചേട്ടാ. കാരണം എന്താ വെച്ചാൽ ഇത് മിഥുനം കർക്കടക. ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കണ്ടോൻ ലൂസായി നിൽക്കുന്ന നേരത്ത് നമ്മള് ഇതുപോലെ ജസ്റ്റ് ഇങ്ങോട്ട് പറിക്കൊന്ന് കൂട്ടിക്കോ. ഇങ്ങോട്ട് പറിച്ചു കഴിയുമ്പോൾ ഇത്രയും മണ്ണ് സഹിതം ഇങ്ങനെ പോരുക. കണ്ടോ, ആരും ശ്രദ്ധിക്കുന്നില്ല. ഏറ്റവും ഇതുപോലെ ഇത് നല്ല ക്ലീൻ ആയിരിക്കും. മണ്ണ് പോന്നു. ഗ്യാപ്പിൽ വെള്ളം ഇറങ്ങും. അന്നേരം 500-നടുത്ത് വൈറസ് ഉണ്ട്. ഇവർക്ക് വരാനുള്ള ഏറ്റവും ഇടത്താവളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ നിന്നോട്ടെന്ന് ഞാൻ വെക്കുക. ഞാനത് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങടെയാ. എന്റെ കൊടിക്ക് ഇതുവരെ ഒരു കേട് ഞാൻ വരുത്തിയിട്ടില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കൊടിയുടെ ചൂടി പോയി കിടന്ന് മാന്തും. ഞാനത് ചെയ്യല. ഇത് പറിക്കേണ്ട ടൈമുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ ഒരു ചിങ്ങത്തിലെ തെളിവുണ്ടല്ലോ, കർക്കിടകത്തിലെ തെളിവ് കഴിയുന്നവർ, അത് കഴിയുമ്പം പറിച്ചിട്ട് ഞാനെന്തോ വളപ്രയോഗം ചെയ്തു. അത് ചിലരൊക്കെ പഠിപ്പിക്കുമ്പോൾ കാണാം, ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുകയല്ലേ. അപ്പൊ അവർ പറയും ചുവട്ടിലെ പറിച്ച കളയാളോ, തൂമ്പാ തൊടിക്കരുത്. പറിച്ചു പറഞ്ഞോട്ടെ, അത് അതിലും അബദ്ധമാണ്. കാരണം അതിനകത്ത് വെള്ളത്തിന്റെ ഇറങ്ങിയിട്ട് വൈറസുകൾക്ക് വരാനുള്ള ഇതൊന്നും തൊടാതിരിക്കുക. നമ്മള് പുതുമഴ പെയ്ത് കഴിഞ്ഞപ്പം ഒരു ജൈവവളം ഞാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇലവളം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഫുഡായി, അവർക്ക് ആവശ്യമുള്ള. ഇനി ഈ മിഥുനം കർക്കിടകത്തിൽ അവരെ വെറുതെ വിടുക. അത് കഴിഞ്ഞ് ചിങ്ങത്തോടു കൂടി നമ്മളൊരു വളപ്രയോഗം ചിങ്ങം പകുതിയോട് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലീൻ ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നമ്മള് കായെടുക്കുന്ന ടൈമിലേക്ക് പോവല്ലേ. ചേട്ടാ, ഇതില് പന്നൂരിന്റെ കിടപ്പുണ്ട്, പല കൊടികൾ ഇതേ കിടപ്പുണ്ട്, നല്ല കൊടികള്. അപ്പൊ ഇത് ഞാൻ ശരിക്കും പറഞ്ഞ മദർ പ്ലാന്റ് ആക്കി എടുക്കുക. ഇത് ഈ വേലി മൊത്തം ഇത് എന്റെ സുഹൃത്തുക്കൾ മുഖേന അവരുടെ തോട്ടം കണ്ടിട്ട് അവരെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിച്ചിരിക്കുന്നതാണ്. ഈ സംഭവം എന്ന് വെച്ചാൽ കൂർഗക്സിൽ എന്ന് പറയുന്ന സംഭവം. ഇത് കൂർഗക്സിൽ. അപ്പം അത് ഞാൻ അവിടെ നടിച്ചിട്ട് കൂടക്കകത്ത് ഉണ്ടാക്കിച്ചിട്ട്, അവിടെയല്ല ഇവിടെ നാട്ടിലുണ്ടാക്കിച്ചിട്ട് ഞാൻ കൊണ്ട്. അപ്പം ഈ പല കൊടിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാരണം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനിത് ഇപ്പൊ ഈ ഒരു 2 കൊല്ലം കഴിഞ്ഞ് ഇത്ര മണിക്കല്ലോ താഴെ പൊക്കോളൂ. അപ്പൊ നമുക്ക് ഈ കൊടി ഇവിടെ ഉണ്ടെന്ന് ഇത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂർഗക്സില് ഇതാണ് കിടക്കുന്നു. ഇത് ഇത് വിജയ്. വിജയ് ഇതുകൊണ്ട് എഴുതി വന്നിരിക്കുന്നുണ്ടോ? വിജയ് കിടക്കുന്നുണ്ടോ? ഇത് വിജയ് ഇതിരിക്കാം. അപ്പൊ ഇത്രയും ഭാഗത്തും വിജയായിരിക്കും. അപ്പൊ ഈ വിജയ് അങ്ങോട്ട് കയറി വന്നു കഴിയുമ്പം ഇതെല്ലാം ഈ പഴയ ചള്ള അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇവനെ കയറ്റിയെടുക്കും. നല്ലൊരു എനിക്ക് വരുമാനം കിട്ടണം. ഇത് മുഴുവൻ ഞാൻ വളർത്തിയെടുത്തിട്ട് നാഗപതിയായിട്ട് എന്റെ തോട്ടത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാ. ഇത് കുന്നേല്. ഇത് അറക്കളമുണ്ടിയാ. ഇത് അറക്കളമുണ്ടിയായി കാണുന്നത്.
ഈ സാധനം അറക്കളമുണ്ടി ചെയ്ത്. അറക്കളമുണ്ടിയൊക്കെ നമ്മളെ അവിടെ നിന്ന് നശിച്ചുപോയാ. ഇത് അറക്കളമുണ്ടി എന്ന് പറയുന്ന സംഭവം കണ്ടോ, അത് മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കണ്ടോ. ഈ 2 അറക്കളമുണ്ടിയാ? 2 അറക്കളമുണ്ടിയാ. ഇത് കുന്നേല്. പിന്നെ സൈരന്ത്രി എന്ന് പറഞ്ഞോണ്ട് ഒരു സംഭവം ഇത് ഈ 2 ഇത് അല്ല ഇതാ കൂർഗക്സില് ചെറിയ ഇലയായിട്ടുള്ള സൈരന്ത്രി. മറ്റേ സൈരന്ത്രി ഇതും കുന്നേല. ഇത് കുതിരവാലി. കുതിരവാലി അതാ കുതിരവാലി. കുതിരവാലി. ഇത് ചന്ദ്രയ്ക്ക് 150 രൂപ കൊടുത്താ നമ്മൾ ഇത്രയുള്ള ചെറിയ തൈ വാങ്ങിയത്. 150 രൂപ. 150. പ്രസിദ്ധമായ ചന്ദ്ര എന്ന് പറയുന്ന സംഭവം ഇത്. അപ്പോളേ താങ്കളിപ്പോ ഇവിടെ എത്ര എണ്ണം നട്ടിട്ടുണ്ട്? ഞാന് മൊത്തം ഏതാണ്ട് 14 എണ്ണമാണ്. 14 ഒരു 3 എണ്ണത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇത് ഡി ഗോൾഡ് എന്ന് പറയുന്ന ഇത് ഈ 3 എണ്ണം ഡി ഗോൾഡ്, അതായത് എരമ്പത്ത് പിടിക്കുന്ന സാധനമാണ്. ആ കാണുന്ന 3 അങ്ങേയറ്റം കണ്ടല്ലോ, അത് പന്നിയൂര് 5ഉം പന്നിയൂര് 8ഉമാണ്. ഞാൻ പേപ്പറെ കുറിച്ചിട്ടുണ്ട്. അപ്പം പന്നിയൂര് 5, പന്നിയൂര് 1, പന്നിയൂര് 8, പന്നിയൂര് 2. ഇങ്ങനെ പന്നിയൂരിനെ സംബന്ധിച്ച് ഇത്രയും സംവിധാനം എന്റെ ഉണ്ട്. 1, 2, 5, 8 4 പിന്നെ ചന്ദ്രയുടെ എന്റെ ഉണ്ട്. കുന്നേലുണ്ട്. പിന്നെ കുതിരവാലി ഉണ്ട്. പിന്നെ തെക്കൻ 2 ഉണ്ട്. 2 അവിടെ കാണിച്ചായിരുന്നല്ലോ. തെക്കൻ 2 ഉണ്ട്. പിന്നെ കൂർഗക്സൽ എന്ന് പറയുന്നത് ഇതെല്ലാം എരമ്പി പിടിപ്പിച്ച് കയറ്റാൻ വേണ്ടിയാ. ഉണ്ട്. പിന്നെ ഡി ഗോൾഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സൈരന്ത്രി എന്ന് പറയുന്നുണ്ട്. കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രശസ്തമായ കരിമുണ്ടുണ്ട്. ചേട്ടാ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോളുക. ഇത് കണ്ടോ, കരിമുണ്ടല്ലേ? അത് കരിമുണ്ടയാ. ഇത് കണ്ടോ കായ്ച്ചു കിടക്കുന്ന കണ്ടോ. ഇത് ചോലയാണ്. ചോലയായിട്ടും ഞാൻ എല്ലാ കൊല്ലവും കഴിക്കും ഇത്. നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.